നീ ഒരു ഉപകാരം ചെയ്യണം പ്ലീസ്. സൈലൻസ്. ഉപകാരം ചെയ്യാമോ? എന്തുവാ കാര്യം? എന്തുവാ? നമ്മൾ ഈ ഗുണ്ടകളല്ലേ ഇവിടെ എത്ര നാളൊന്നും വെച്ച ഈ ആശുപത്രി കിടക്കുന്നത്? എനിക്കാണ് ഈ മരുന്നിന്റെ ടേസ്റ്റ് ഒന്നും പിടിക്കുന്നില്ല. നാക്കിന്റെ ഒക്കെ രുചി കെട്ടു. ഒരു ചെറുതടിച്ചാരനെ കൊള്ളായിരുന്നു. ഇപ്പോഴോ? ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ ആരാൻ കുടിക്കാൻ പറ്റത്തില്ല. കുഴപ്പമില്ലെന്ന്. പഴുക്കൊന്നും കുടിക്കാൻ പറ്റത്തില്ലെന്ന്. സാരമില്ലെന്ന്. ഇട അടിച്ചില്ല. എനിക്ക് കൈ കാലൊക്കെ വിറയ്ക്കുന്നോ സത്യമായിട്ടും. ആശാൻ പറഞ്ഞില്ലേ ഞാൻ മണ്ണമേട്ട് കാട് വെട്ടാൻ പോയെന്ന്. ആ പൈസക്ക് ഞാൻ സാധനം മാറ്റി വേണ്ടേ? ക്വാർട്ടർ ആണല്ലോടാ ഇത്? അല്ലല്ല പുള്ള പിന്നെ ഇത്ര ചെറുത് അപ്പുറത്ത് അത് ഏലസ്. കാര്യം ബിവറേജിലെ കുപ്പി കണ്ട ഇവിടുത്തെ ഡോക്ടർക്ക് അറിയത്തില്ല. അപ്പൊ പിന്നെ അങ്ങനെ കുടിക്കുന്ന ആശാൻ കുടിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ സംഭവം ചോദിച്ചാല് ഈ മരുന്നിന്റെ ഒക്കെ കുപ്പിയെ ഇവിടുന്ന് കമ്പൗണ്ടർ പറക്കി ആ വെളിയിൽ ആ മൂലയ്ക്ക് ഇട്ടിട്ടുണ്ട്. നീ അതിനകത്തൊന്നും ഒരു കുപ്പി എടുത്ത് അതിനകത്ത് തൊഴിച്ചോണ്ട് അപ്പൊ അറിയത്തില്ല. അറിയത്തില്ല. നമ്മൾ കട്ടലിൽ കീഴി വെച്ച് അടിച്ചാലും അറിയത്തില്ല. മരുന്ന് കുപ്പിയാണെന്ന് വിചാരിക്കത്തുള്ളൂ. പെട്ടെന്ന് എടുത്തുള്ളൂ കേട്ടോ. എന്റെ ശിഷ്യൻ തന്നെ കേട്ടോ. രോഗികളായാല് നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി അവർ തിരിച്ചിങ്ങോട്ടും കാണിക്കണം. ആ 2ാം വാർഡിൽ കിടക്കുന്ന വത്സലോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് BP കൂടുതലാണ്, നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഭക്ഷണക്രമം ശ്രദ്ധിക്കണം, എണ്ണ അതുപോലെ ഉപ്പൊന്നും കൂട്ടരുന്ന്. അവരെന്നോട് ഉടനെ പറയുമ്പോൾ അതുകൊണ്ടൊന്നും അല്ല, ഈ നേഴ്സിന്റെ നോട്ടം കാരണം അവർക്ക് BP കൂടുന്നതെന്ന്. ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് എന്റെ നോട്ടം കണ്ട് അവർ പേടിക്കുമെന്ന്. സത്യം പറയാൻ നോട്ടം കണ്ട് നിങ്ങൾ പേടിക്കോ? അത്ര കഠിന ഹൃദയമാണോ ഞാൻ? ആണോ? എടാ അത്ര കഠിന ഹൃദയമാണോ ഞാൻ? ഞാൻ എല്ലാ കാര്യങ്ങളും അതായത് രീതിയിലല്ലേ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് ഡിസ്ചാർജ് വേണം. ഡിസ്ചാർജ് തരാൻ പറ്റത്തൊന്നുമില്ല. ഡിസ്ചാർജ് വേണം. ഒരു 10 മിനിറ്റത്തേക്ക് ഡിസ്ചാർജ് തരോ? അവിടെ ഒരു പോയിട്ട് വരുമ്പോഴത്തേക്ക് ഡിസ്ചാർജ്. എടോ ഇപ്പൊ ഇയാൾക്ക് ഡിസ്ചാർജ് തരാൻ പറ്റത്തില്ല. എന്താന്ന്? ഇൻ കേസ് ഡിസ്ചാർജ് തന്നാ കൂടി ഇയാൾ വീട്ടിൽ പോയി നിർബന്ധമായിട്ടും ബെഡ് റെസ്റ്റ് എടുക്കണം. ഒരു ഗുണ്ടയോട് പറയാൻ പറ്റുന്ന കാര്യമല്ല പറഞ്ഞത്. ബെഡ് റെസ്റ്റ് ഒന്നും ഒരു ഗുണ്ടയുടെ ജീവിതത്തിൽ വിധിച്ചിട്ടുള്ളതല്ല. ഞങ്ങൾ തേരാപ്പാറ നടന്ന് അറിഞ്ഞും പുറഞ്ഞും പെട്ടു. ഇത് കണ്ടോ? അയ്യോ ട്രെയിൻ പാളം തെറ്റി കിടക്കുന്ന ഫോട്ടോ. ഇത് ട്രെയിൻ പാളം തെറ്റി കിടക്കുന്ന ഫോട്ടോ അല്ല. തന്റെ കാല് 2-3 ഒടിഞ്ഞതിന്റെ എക്സ്ട്രാ ആണ്. എക്സ്ട്രാ അതിനി ഒട്ടുന്ന വരെ താൻ ഇവിടെ കിടക്കണം. അയ്യോ അല്ല. ആ ഡോക്ടർ വരുവാണ്. ചെയ്യടാന്ന് പറയും. ഇവനെ കാണുന്നില്ലല്ലോ. നീ എന്തിനാണ് ഈ വിറ്റാടി മരുന്നൊക്കെ എടുത്തുണ്ടോ? ആശാൻ ഇത് പറഞ്ഞത് വെച്ചാൽ ആ മറ്റേ മരുന്നിന്റെ കുപ്പി ഇതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ സാധനം വെച്ച് ഇവിടെ കൊണ്ടുവന്നു. പരസ്യമായിട്ട് അടിച്ചാൽ ഇവർ അറിയില്ല. ഇവിടെ കണ്ടേ കുപ്പിയിൽ തോന്നടാ. എന്തോ ഗ്ലാസ് ഉണ്ടോ ഇവിടെ? എന്തുവാ ചേട്ടാ ഇത്? ആ സിന്ധു സിസ്റ്റർ ഒരു ബോധമില്ലാതെ ഓരോന്ന് ചെയ്തു വെച്ചോളൂ. ഇനി ഇതിന്റെ കണക്ക് ഞാൻ വേറെ കാണിക്കണം. ഒരു മരുന്ന് തീർന്നിട്ട് എടുക്കാവുള്ളൂ. സിന്ധു സിസ്റ്ററോട് പറയുന്നത് എന്താ ചെയ്യാൻ? തിരക്ക് കാരണം നാട്ടിലങ്ങ് തെറ്റും. താനെന്തോടെ ചെയ്തത്? ഇയാൾ എന്തോടെ ചെയ്തത്? താൻ വന്നപ്പോ പോലെ ഞാൻ തന്റെ അഭ്യാസങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ അല്ലോടോ എടോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കല്യാണം ഉറപ്പിച്ച പെണ്ണ.